ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുഡ് എന്ന ഈ വാക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വാക്ക് നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട്, നമുക്കറിയാം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണെന്ന്. പക്ഷേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മലയാളത്തിൽ കുറച്ച് സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഇംഗ്ലീഷിലോട്ട് മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ നമുക്ക് കുഡ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് സെൻറ്റൻസ്, അവൾക്ക് ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ എന്താ പറയുന്നത്? ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അല്ലേ? കഴിയുമായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ കഴിയില്ല എന്നായിരിക്കാം അല്ലേ? ഇപ്പോൾ ചിലപ്പോൾ കഴിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആളുണ്ടാവില്ല, എന്തായാലും ഇപ്പോൾ കഴിയില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഈ ഒരു കേസ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? അവൾക്ക് ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഷീ, അവളെന്ന് പറയുമ്പോൾ ഷീ. ഓക്കെ, ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു. സംസാരിക്കുക എന്നുള്ളത് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ടോക്ക്. ഒത്തിരി ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു, ടോക്ക് അല്ലെങ്കിൽ സ്പീക്ക്. സ്പീക്ക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇൻ എ ലോട്ട് ഓഫ് ലാംഗ്വേജസ്. ഓക്കെ, ഇനി എവിടെയെങ്കിലും കുഡ് വരിക? ഷീ ടോക്ക് ഇൻ എ ലോട്ട് ഓഫ് ലാംഗ്വേജസ്. ഓക്കെ, എവിടെ കുഡ് വരും? ഇവിടെയാണ് കുഡ് വരിക. ഷീ കുഡ് ടോക്ക് അല്ലെങ്കിൽ ഷീ കുഡ് സ്പീക്ക് ഇൻ എ ലോട്ട് ഓഫ് ലാംഗ്വേജസ്, അല്ലെങ്കിൽ ഇൻ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയാം. അപ്പം എന്തെങ്കിലും ഒരു കാര്യം കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആ ആളുടെ പേര് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ കഴിയുമായിരുന്നു എന്നുള്ളത് ടുവേർഡ്സ് ദ എൻഡ് ആണ് കൊടുത്തിരിക്കുന്നത്, സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അങ്ങനെയല്ല. ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ആളുടെ പേര് എഴുതിയതിന് ശേഷം വേണം നമ്മൾ കുഡ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഇതെന്താണ്? നമ്മളൊരു അനുവാദം ചോദിക്കുകയാണ് അല്ലേ? ഒരാളുടെ അടുത്ത് നമ്മൾ അനുവാദം ചോദിക്കുകയാണ്, ഞങ്ങൾ പെർമിഷൻ ചോദിക്കുകയാണ്, ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കാനൊക്കെ നമുക്ക് കുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ യൂസ് ചെയ്യാം? ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. ഞങ്ങൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം? വി. വീട്ടിലേക്ക് പോവുക എന്നുള്ളതിന് ഗോ ഹോം എന്ന് പറയാം അല്ലേ? ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്നെങ്ങനെ ചോദിക്കും? വീട്ടിലേക്ക് പോകാം, വി ഗോ ഹോം. ഡസൻറ്റ് മേക്ക് എനി സെൻസ് അല്ലേ? അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ എന്നെങ്ങനെ ചോദിക്കും? ആ കേസിൽ നമുക്കിവിടെ കുഡ് യൂസ് ചെയ്യാം. കുഡ് വി ഗോ ഹോം. ഓക്കെ, അപ്പോൾ ഇതൊരു ചോദ്യമായി. നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ചോദ്യമായി. കുഡ് വി ഗോ ഹോം. അങ്ങനെ നമ്മൾ പെർമിഷൻ ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളുടെ, മേ ബി നമ്മുടെ സുപ്പീരിയറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചറിൻ്റെ ആയിരിക്കാം, ആരുടെയും അനുവാദം ചോദിക്കാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാം. കുഡ് വി ഗോ ഹോം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സജഷനാണ്. നമ്മളൊരു സജഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്, നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പം ഒരു സജഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇനി ചെയ്യാം എന്നുള്ളതിന് പകരം ചെയ്താലോ എന്നായാലും കുഴപ്പമില്ല. ഇതൊരു സജഷനാണ്. സജഷൻ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം. നമുക്ക് എന്നുള്ളതിന് നമുക്ക് വി എന്ന് കൊടുക്കാം. തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം എന്ന് എങ്ങനെ പറയും? മീറ്റ് ഓൺ മൺഡേ. ഇനി ഇവിടെ നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. സജഷൻ ആണെന്ന് കാണണ്ടേ? എങ്ങനെ കുഡ് യൂസ് ചെയ്യാൻ പറ്റും? വി കഴിഞ്ഞിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം. വി കുഡ് മീറ്റ് ഓൺ മൺഡേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സജഷൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയാണ്. സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഭിപ്രായം നമ്മൾ പറയാണ്. നമുക്ക് തിങ്കളാഴ്ച മീറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിങ്കളാഴ്ച മീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെക്കുമ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. ഇനി അടുത്ത സെൻറ്റൻസ്, അത് രാഹുലിൻ്റെ പേനയായിരിക്കാം. അത് രാഹുലിൻ്റെ പേനയായിരിക്കാം. ഇതും എന്താണ്? നമ്മളൊരു ഡൗട്ട് പറയാണ്, സാധ്യത പറയാണ് അല്ലേ? ആയിരിക്കാം എന്ന് വെച്ചാൽ എന്താ? ആകാം, ആകാതിരിക്കാം. അപ്പോൾ ഇതെന്താ? നമ്മുടെ ഒരു ഡൗട്ടാണ്. നമ്മളൊരു ഡൗട്ട് നമ്മൾ പറയാണ്. ചിലപ്പം ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അപ്പം അങ്ങനത്തെ കേസസിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഇത് രാഹുലിൻ്റെ പേനയായിരിക്കാം. ഇതെന്നുള്ളതിന് ഇതല്ലെങ്കിൽ അതെന്നുള്ളതിന് നമ്മൾ ഇറ്റ് കൊടുക്കുന്നു. രാഹുലിൻ്റെ പേന, രാഹുൽസ് പെൻ. ഇത് രാഹുലിൻ്റെ പേന ആയിരിക്കാം. ആയിരിക്കാം നമുക്ക് എങ്ങനെ പറയാം? നമുക്കവിടെ കുഡ് ബി യൂസ് ചെയ്യാം. കുഡ് ബി
ആയിരിക്കാം അല്ലെങ്കിൽ ആകാം എന്ന് പറയുന്നതിന് പകരം ഇവിടെ കുഡ് ബി യൂസ് ചെയ്യാം. ഇറ്റ് കുഡ് ബി രാഹുൽസ് പെൻ, ഇത് രാഹുലിന്റെ പേന ആയിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട്, നമ്മളുടെ ഒരു സാധ്യത നമ്മൾ പറയുന്ന സമയത്തും നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുന്നത്? കുഡ് ബി എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കുഡിൻ്റെ കൂടെ ബി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എപ്പോഴും നമ്മളൊരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ആകാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഡ് ബി യൂസ് ചെയ്യുക. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. നിനക്കെന്നെ വിളിക്കാമായിരുന്നു. നിനക്കെന്നെ വിളിക്കാമായിരുന്നു. ഇതെന്താണ്? നേരത്തെ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. വിളിക്കാമായിരുന്നു. ഈ വിളിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾറെഡി വിളിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പറയാണ് അന്ന് നിനക്കെന്നെ വിളിക്കാമായിരുന്നു എന്ന് പറയാണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? നിനക്കെന്നെ വിളിക്കാമായിരുന്നു. യു വിളിക്കുക എന്നുള്ളതിന് എന്താ പറയാ? കോൾ എന്ന് പറയാം അല്ലെ. എന്നെ വിളിക്കാമായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എങ്ങനെ കുഡ് യൂസ് ചെയ്യാം? വിളിക്കാമായിരുന്നു, ആയിരുന്നു, ഈ ഭാഗത്ത് വരുമ്പോഴാണ്, അവിടെയാണ് കുഡിന്റെ യൂസേജ് വരുന്നത്. യു കുഡ് മാത്രം പോരാ, ഒരു ഹാവ് കൂടി വേണം. യു കുഡ് ഹാവ് കോൾഡ് മീ. നിനക്കെന്നെ വിളിക്കാമായിരുന്നു. അതായത് നേരത്തെ കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് ഇപ്പം നമ്മൾ പറയാണ്, നിനക്കത് ചെയ്യാമായിരുന്നു എന്ന് പറയാണ്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് ഹാവ് യൂസ് ചെയ്യാം. ചെയ്യാമായിരുന്നു. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം കുഡിന്റെ യൂസേജസ് എന്തൊക്കെയാണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ എന്തിനാ കുഡ് യൂസ് ചെയ്തത്? നമ്മൾ യൂസ് ചെയ്തത് ഒരു കാര്യം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. പണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കുഡ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റ് എബിലിറ്റിയെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് നേരത്തെ ഒരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് എപ്പോൾ കുഡ് യൂസ് ചെയ്യാം? നമുക്കൊരു പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴാണ് കുഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചത്? നമുക്കൊരു സജഷൻ മുന്നോട്ട് വയ്ക്കാം, നമ്മുടെ ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് ബി യൂസ് ചെയ്യാൻ പറ്റും. കുഡിൻ്റെ കൂടെ ബിയും കൂടി ചേർക്കാൻ പറ്റും. ഇനി അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡിൻ്റെ കൂടെ ഹാവും കൂടി യൂസ് ചെയ്തിട്ട് കുഡ് ഹാവ് എന്ന യൂസേജ് ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സംശയങ്ങൾ നിങ്ങൾ ദയവായി കോമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഞങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ ഇതുപോലെ വീഡിയോസ് കണ്ടാൽ നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ പറ്റില്ല, പക്ഷേ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പോൾ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ്, ഇൻട്രാക്റ്റീവ്, ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.